അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താവശ്യവും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ്. ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നാം എല്ലാവരും. അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെയും നാം വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് പൂർത്തിയാക്കി തരുന്നതാണ്. നാം എപ്പോഴും പതിവാക്കേണ്ട ഒന്നാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും ഭംഗിയുള്ള പ്രധാനപ്പെട്ട 99 നാമങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമത്തിനും അതിൻ്റെതായ ഫലങ്ങളും മഹത്വങ്ങളുമുണ്ട്. ഏത് നാമമാണോ ഒരാൾ കൂടുതലായി പതിവാക്കുന്നത് അതിൻ്റെതായ ഫലം അവരിൽ കാണുക തന്നെ ചെയ്യും. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ, യാ ബാസിത്തു എന്നാൽ വിശാലമാക്കുന്നവൻ, എല്ലാ കാര്യത്തിലും വിശാലത നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മഹാന്മാർ പഠിപ്പിക്കുന്നു, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ദിക്ർ ആരെങ്കിലും അത്തായ സമയത്ത്, അതായത് തഹജ്ജുദിൻ്റെ സമയത്ത് യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ 10 പ്രാവശ്യം ചൊല്ലിയാൽ, എന്നിട്ട് കയ്യിലൂതി മുഖം തടവിയാൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരൂല. അതുപോലെ തന്നെ സമ്പത്ത് കിട്ടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ, അതുപോലെ തന്നെ മക്കൾ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ വിശാലത ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിൽ ആയിഷത്ത് ആഗ്രഹിക്കുന്നവർ, വിശാലത ആഗ്രഹിക്കുന്നവർ, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നവർ, ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ ആഗ്രഹിക്കുന്നവർ, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ദിക്ർ എല്ലാ ദിവസവും 72 പ്രാവശ്യം ചൊല്ലുക. ഇത് പരിശോധിച്ച് വിജയം കണ്ട വിഷയമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ദിക്ർ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.